ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ ക്ലാസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം മുതൽ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു വരികയാണ്. നിങ്ങൾ നേരത്തെയുള്ള വീഡിയോ ക്ലാസ്സുകളെല്ലാം കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിച്ചു വരിക. അതിൻ്റെ തുടർച്ചയായി ഈ ക്ലാസ്സും കാണണം എന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ഫിയർ ഓഫ് ഫെയില്യുവർ, ഇത് നമ്മുടെ വല്ലാത്തൊരു പ്രശ്നമാണ്. പരാജയഭീതി എപ്പോഴും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന ഒരു വല്ലാത്ത വികാരമാണ് ഈ ഫിയർ ഓഫ് ഫെയില്യുവർ. ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യ ഭയം അല്ലെങ്കിൽ ആത്യന്തികമായ ഭയം പരാജയപ്പെടുമോ എന്നാണ്. സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മൾ ത്രികാലജ്ഞാനികളൊന്നും അല്ലല്ലോ. അപ്പോൾ ഭാവി അനിശ്ചിതമാണ്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾക്കറിയില്ല. പിന്നെ എന്തിന് നമ്മൾ പരാജയപ്പെടും എന്ന് ചിന്തിക്കണം? മറിച്ച് ചിന്തിക്കൂ, വിജയിക്കും എന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി മുന്നോട്ട് പോവുക. മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിക്ക് ആ കൊമ്പൊടിഞ്ഞു വീഴും എന്ന് ഒരു ഭയം തോന്നാറേ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ മരക്കൊമ്പിനേക്കാളും അതിന് വിശ്വാസം അതിൻ്റെ ചിറകുകളെയാണ്. അതുപോലെ സ്വന്തം കഴിവിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കൂ. ഈ ഫിയർ ഓഫ് ഫെയിലുവർ നിങ്ങളെ വിട്ട് പമ്പ കടക്കും. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന ചിന്തയോടെ, പ്രാർത്ഥനയോടെ, ആശംസയോടെ സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞാൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പൗരൻ്റെ അവകാശങ്ങൾ, ഇൻഡിവിജ്വൽ ഫ്രീഡം, വളരെ 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 പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്ക് തന്നെയാണ്. ഞാൻ അടിവരയിട്ട് തന്നെ ആ വാക്ക് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാകും. ഏത് തരം മത്സര പരീക്ഷകളിലും ഒരുപാട് ചോദ്യങ്ങൾ ഇടം പിടിക്കുന്ന ഒരു ഏരിയയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക്. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നിങ്ങളുടെ പരീക്ഷകളുടെ ഉന്നത വിജയത്തിന് അനിവാര്യമാണെന്ന് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ പരീക്ഷാ വിജയത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രായോഗിക ജീവിത വിജയത്തിനും ഈ മേഖലയെക്കുറിച്ചുള്ള അറിവ് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ, പൗരൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? വാട്ട് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ആദ്യം അത് പറയുക. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. ജീവിതത്തിൽ പലപ്പോഴും പല ആൾക്കാരോടൊക്കെ തർക്കിക്കുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ഒക്കെ നമ്മൾ പറയും, ഇതെൻ്റെ മൗലികാവകാശമാണ്. അപ്പോഴവർ ചോദിക്കും, എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ, അതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരരുത്, നാണക്കേടാണ്. അപ്പോൾ ആദ്യം അത് എന്താണെന്ന് പഠിക്കുക. Basic freedoms guaranteed to the individual by the Constitution of India are fundamental rights. Basic freedom that the Constitution guarantees to all citizens. എല്ലാ പൗരന്മാർക്കും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങൾ അഥവാ സ്വാതന്ത്ര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ. These rights cannot be suspended by ഗവൺമെൻറ്റിന് അങ്ങനെ എടുത്തു കളയാൻ പറ്റില്ല. പാർലമെൻറ്റിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഏതെങ്കിലും വ്യക്തികൾക്കോ എന്നും നമ്മുടെ ബേസിക് ഫ്രീഡത്തെ നിരോധിക്കാനാകില്ല എന്നുകൂടി ഓർമ്മിച്ചോളുക. അപ്പം നിരോധിക്കാനാകാത്ത പൗരൻ്റെ അവകാശങ്ങളാണ്. അപ്പോൾ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഓഫ് സിറ്റിസൺ വിച്ച് കനോട്ട് ബി സസ്പെൻഡഡ്, അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി ചില നിയന്ത്രണങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ വരും, അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വാട്ട് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ബേസിക് ഫ്രീഡംസ് ഗ്യാരണ്ടീഡ് ടു ദി ഇൻഡിവിജ്വൽ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്.
Fundamental rights of Indian citizens are included in the Constitution of India according to the recommendation of which committee report. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇടം പിടിച്ചത് ഒരു പ്രധാന കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കമ്മിറ്റി റിപ്പോർട്ട് ഏതാണെന്ന് ചോദിക്കാം. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928. ആ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതായത് ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഡ്രാഫ്റ്റഡ് ബൈ എ കമ്മിറ്റി ഹെഡഡ് ബൈ മോത്തിലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവും ആ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിരുന്നു. എങ്കിലും മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് നെഹ്റു കമ്മിറ്റി എന്ന് പറയുന്നത്. 1928 നെഹ്റു കമ്മിറ്റി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുമ്പ്, അന്ന് ബ്രിട്ടീഷുകാരാണല്ലോ നമ്മൾ ഭരിക്കുന്നത്, ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുമ്പിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് മാത്രമല്ല അതിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. അതിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫെഡറൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ട്, ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് ആവശ്യപ്പെട്ടുകൊണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട്, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുമ്പിൽ 1928 സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്താണ് പൗരന് അനുവദിച്ചു കൊടുക്കേണ്ടുന്ന റൈറ്റ്സിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഈ റിപ്പോർട്ടിൽ കിടന്ന നമ്മുടെ പൗരൻ്റെ അവകാശങ്ങൾ, ഇന്ന അവകാശങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഉൾപ്പെടുത്തിയ അവകാശങ്ങളുണ്ടല്ലോ, ആ റൈറ്റ്സിനെ എടുത്ത് നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് അക്കോർഡിംഗ് ടു ദി നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് 1928. ആ 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടിരുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ന അവകാശങ്ങൾ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ആ ലിസ്റ്റ് ഓഫ് റൈറ്റ്സിനെ എടുത്ത് നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ part of Indian Constitution according to the recommendation of നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയത്. ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ബേസിക് ഫ്രീഡംസ് ഗ്യാരണ്ടീഡ് ടു ഇൻഡിവിജ്വൽ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദീസ് റൈറ്റ്സ് കനോട്ട് ബി സസ്പെൻഡഡ്. ദെൻ these rights are included in the Constitution of India according to Nehru Committee report of 1928. ഇത്രയും ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ആർ എന്യൂമറേറ്റഡ് ഇൻ പാർട്ട് ഡാഷ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പാർട്ടിലാണ്? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. At present, Indian Constitution consists of 25 parts. Original Constitution consisted of 22 parts. എങ്ങനെ 22 parts 25 ആയി എന്നൊക്കെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ 25 പാർട്സ് ഉള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പാർട്ട് 3. ഒരിക്കലും മറക്കരുത്. Part 3 of Indian Constitution deals with the fundamental rights of Indian citizens. Fundamental rights of Indian citizens are enumerated in Part 3 of Indian Constitution, Article 12 to 35. 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 12 to 35 എന്ന് പറയുമ്പം ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഓൾ ദി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് 12 to 35. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് 14 to 32. പ്യുവറായിട്ട് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്ലാസിഫൈ ചെയ്ത് വച്ചിരിക്കുന്നത് 14 to 32 വരെ ഉള്ളൂ. ബാക്കി മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും വരുന്നത് 12 to
35 എന്ന് തന്നെ പറയുക. അപ്പോൾ ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ, ആർട്ടിക്കിൾ 12 to 35. മറ്റതെന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്യുവർലി ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 to 32. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കേണ്ടത് 14 to 32 ആണ്. അതിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. അപ്പോൾ തേർഡ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലൈൻസ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ പാർട്ട് തേർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൾഡ് അസ്, പാർട്ട് തേർഡിനെ 3 രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. പാർട്ട് തേർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് മീൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ആർ കോൾഡ് അസ് കീസ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആണിക്കല്ല്, പച്ച മലയാളത്തിൽ പറഞ്ഞ. ഒരുപാട് ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട്. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡേർഡ് as കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് തേർഡ് ഓർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അടുത്തൊരു വിശേഷം നോക്കൂ, ലാംപ്സ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതും പാർട്ട് തേർഡാണ്. അപ്പം കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് തേർഡ്. ദെൻ ലാംപ്സ് ഓഫ് ലിബർട്ടി, വിച്ച് പാർട്ടി ഈസ് കൺസിഡേർഡ് as ലാംപ്സ് ഓഫ് ലിബർട്ടി? പാർട്ട് തേർഡ്. അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. ശ്രദ്ധിക്കുക, ഈ 3 ക്ലാസിഫിക്കേഷൻ, 3 ടേംസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ കോൾഡ് ആസ് കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ലാംപ്സ് ഓഫ് ലിബർട്ടി ആൻഡ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഇത് 3 OMR ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അത് വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. അവസാനം പറഞ്ഞത് നോക്കുക, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഒരു പുതിയ വാക്കാണ്, നിങ്ങൾക്കറിയാം. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ഒന്ന് വ്യക്തമായാൽ പിന്നെ ഇത് നിങ്ങൾക്ക് മറക്കില്ല. നോക്കാം നമുക്ക്. മാഗ്ന കാർട്ട എന്താ? ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ, മാഗ്ന കാർട്ട മീൻസ് ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദി വേൾഡ് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺസിന് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി അനുവദിച്ചു കൊണ്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഒരു നിയമരേഖയാണ് മാഗ്ന കാർട്ട. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്, ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദി വേൾഡ് വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺസ്. നിങ്ങൾക്കറിയാം, പണ്ട് രാജഭരണകാലത്ത് ആർക്കായിരുന്നു അധികാരം? ജനങ്ങൾക്കല്ല. ജനാധിപത്യം വന്നപ്പോഴാണ് ജനങ്ങൾ അധികാരികളായി മാറിയത്, അല്ലേ? രാജാക്കന്മാർക്ക്. അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രാജാവും രാജാവിൻ്റെ ഗവൺമെൻറ്റും, കിങ് ആൻഡ് ഹിസ് ഗവൺമെൻറ്, അതാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനൊരു മാറ്റം വന്നത് മാഗ്ന കാർട്ടയിലൂടെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദി വേൾഡ് വിച്ച് ഗീവ്സ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി ടു സിറ്റിസൺസ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി അനുവദിച്ച ആദ്യത്തെ ലോകത്തിലെ ഡോക്യുമെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട, ഹൂ സൈൻഡ് ദിസ് ഡോക്യുമെന്റ്? ഈ ഡോക്യുമെന്റ് സൈൻ ചെയ്ത ആരാണ്? ഇത് സൈൻ ചെയ്തത്, it was signed by King John II in 1215, അതായത് 1215 വളരെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1215 ജോൺ സെക്കൻഡ്, കിങ് ഓഫ് ബ്രിട്ടനിലെ, അല്ലെങ്കിൽ ഇറ്റ് വാസ് സൈൻഡ് ബൈ കിങ് ജോൺ സെക്കൻഡ് അറ്റ് റണ്ണീമീഡ് മിഡ്വേ. എന്താണ് മീഡോ എന്ന് പറയുന്നത്? മീഡോ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, മൈതാനം, പുൽത്തകിട് എന്നൊക്കെ പറയും. ഒരു മൈതാനത്ത് വെച്ച്, ബൈ തെംസ് റിവർ, തെംസ് നദിയുടെ തീരത്തുള്ള ഒരു മീഡോ, ഒരു മൈതാനത്ത് വെച്ചാണ് നമ്മുടെ കിങ് ജോൺ സെക്കൻഡ് ഇങ്ങനെ ഒരു റോയൽ ചാർട്ട് സൈൻ ചെയ്യുന്നത്. That was the first document in the world which gives rights and liberties of citizen. അപ്പോൾ ആ ഡോക്യുമെന്റിലൂടെ വ്യക്തമാക്കപ്പെട്ട എന്താണെന്ന് അറിയാമോ? കിങ് ആൻഡ് ഹിസ് ഗവൺമെന്റ് ആർ ബിലോ ദി ലോ. ലോയ്ക്ക് കീഴാണ്, നിയമത്തിന് കീഴിലാണ്
രാജാവും രാജാവിൻ്റെ ഗവൺമെൻറ്റും. അതിനർത്ഥം എന്താണ്? അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ദിസ് ഡോക്യുമെൻ്റ് സ്ട്രെങ്തൻ ദ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച. അങ്ങനെ നിയമവാഴ്ചയ്ക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടൊരു ഡോക്യുമെൻ്റ് ഉണ്ടാകുകയാണ്. പൗരന്മാർക്ക് അവകാശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുവരെ ഇല്ലായിരുന്ന അവകാശങ്ങൾ, ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലാദ്യമായി ഉണ്ടാകുന്ന ഒരു രേഖയാണ്, നിയമരേഖയാണ് മാഗ്ന കാർട്ട. അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. മാഗ്ന കാർട്ട is a document, first document in the world that established rights and liberties for citizens. It was signed by King John II in 1215 at Runnymede Meadow by Thames River. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്കൂ, ഈ മാഗ്ന കാർട്ട ലോകത്തിലെ ആദ്യത്തെ ഒരു നിയമരേഖ, പൗരന്മാർക്ക് റൈറ്റ്സും ലിബർട്ടീസ് അംഗീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങളുടെ പത്രിക. അത്രയേ ഉള്ളൂ, ഓർത്തു വെച്ചുകൊള്ളുക. അപ്പം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് keystone of constitution, lumps of liberty, magna carta of India. ക്ലിയർ ആയല്ലോ? വ്യക്തമായി ഓർമ്മ വേണം, ഇതെല്ലാം പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. Then the idea of fundamental rights has been taken from the constitution of USA. US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് കിടക്കുന്ന ഒരു പോർഷനുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ്, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കുക. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവകാശങ്ങളുടെ പത്രിക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ബിൽ ഓഫ് റൈറ്റ്സ്. ആ ബിൽ ഓഫ് റൈറ്റ്സ് അതാണ് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിൽ നിന്ന് ആണ് നമ്മൾ ഐഡിയ എടുത്തത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നൊരു വാചകമാണ്. കടം കൊണ്ട ഭരണഘടനയാണ്. ഓരോ ആശയങ്ങൾ പഠിക്കുമ്പോൾ അതെവിടെ നിന്ന് കടം വാങ്ങിയെന്ന് പഠിക്കണം. അത് പഠിക്കുമ്പോൾ ആ രാജ്യത്ത് നിന്ന് കടം വാങ്ങിയ മറ്റു കാര്യങ്ങൾ കൂടെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അത് പറയേണ്ടതില്ല. കാരണം ഇത് USA നിന്ന് കടം വാങ്ങിയതാണ്. USA നിന്ന് ബോറോ ചെയ്ത മറ്റു കാര്യങ്ങളൊക്കെ പ്രിയാമ്പിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. USA നിന്ന് പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ജുഡീഷ്യൽ റിവ്യൂ പവർ, ഇംപീച്ച്മെൻറ്റ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡൻറ്റ്. ഓൾ ദീസ് ideas are borrowed from US Constitution. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം US Constitution. അവിടെയുള്ള ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് എടുത്തത്. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കടം വാങ്ങി എന്ന് പറഞ്ഞാൽ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് നടപ്പാക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളൊരു ഐഡിയ എടുക്കുകയേ ഉള്ളൂ, എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ രീതിക്കനുസരിച്ച് തയ്യാറാക്കും. ഇവിടെ അതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, എ കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാനെയാണ് PSCയും UPSCയും പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സർദാർ വല്ലഭായ് പട്ടേൽ, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വൈ? ബിക്കോസ് ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് ഹീ ഈസ് കോൾഡ് ആർക്കിടെക്റ്റ് ഓഫ് ഓർ ഫാദർ ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പിതാവെന്നോ ശില്പിയെന്നോ നമ്മൾ വിളിക്കും. നമ്മൾ കുറച്ച് ശില്പികളെക്കുറിച്ചൊക്കെ പഠിച്ചു, ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ? ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, MN റോയ്. ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ, ജവഹർലാൽ നെഹ്റു. ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡോക്ടർ BR അംബേദ്കർ. ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇതൊക്കെ മനസ്സിലുണ്ടാവണേ. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓർമ്മിപ്പിച്ച് തന്നെ പോകാം. പഠിച്ച കാര്യങ്ങൾ ചിലത് സാന്ദർഭികമായിട്ട് നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തലയിൽ നിൽക്കും. ഈ ആർക്കിടെക്ട്സ് ഇതുവരെ നമ്മൾ പറഞ്ഞ ആ ശില്പികൾ,
പറഞ്ഞതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഓക്കെ ആണല്ലോ? അടുത്ത വീഡിയോ ക്ലാസ് ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.